ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റ്സ് അവന്യൂ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കന്യാകുമാരിയിലേക്കാണ്. നമ്മളിപ്പോൾ വിവേകാനന്ദ റോക്ക് കാണാനായിട്ടാണ് പോകുന്നത്. വിവേകാനന്ദ റോക്കിലേക്ക് ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീണ്ട ക്യൂവിൽ നിൽക്കുകയാണിപ്പം. നോർമൽ ടിക്കറ്റ് 75 രൂപയാണ്. ഇനി ഈ ക്യൂ നിൽക്കാൻ വയ്യാത്തവർക്കായിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട്, അത് 300 രൂപയാണ്. അങ്ങോട്ടേക്കുള്ള വഴിയിൽ രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. ഡ്രസ് ഐറ്റംസ്, അതുപോലെ തന്നെ ബാഗുകൾ, ശംഖ് കൊണ്ടുള്ള പലതരം ഹോം ഡെക്കേഴ്സ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നോർമൽ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ക്യൂ. റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഡോർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും ഈ ഒരു നീണ്ട ക്യൂ നിന്നിട്ട് തന്നെയാണ് പോകുന്നത്. സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇനി ബാക്കി ക്യൂ നിൽക്കാനായിട്ട് പോവാണ്. ഈ ഒരു റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ബോട്ടിൽ കയറാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് അവർ നമ്മളെ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ കുറേ മണിക്കൂറുകളുടെ ക്യൂ നിൽപ്പിന് ശേഷം നമ്മളിപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോവാണ്. ബോട്ടിൽ കയറുന്നതിന് മുന്നേ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് തരും. ആ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ ബോട്ടിൽ കയറാനായിട്ട്. ഇപ്പൊ ഞങ്ങൾ ബോട്ടിൽ കയറി ഇരിക്കുകയാണ്. ദൂരെയായിട്ട് വിവേകാനന്ദ റോക്കൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ കയറിയ ബോട്ട് ഇപ്പോൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും ഒരു എൻട്രി പാസ് ഉണ്ട്. 30 രൂപയാണത്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ടെങ്കിലും നല്ല വെയിലാണ് ഇവിടെ. ഈ ഒരു മണ്ഡപത്തിലേക്ക് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു റൂമുണ്ട്. അതിന് സ്പെഷ്യൽ ചാർജ് ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഈ ഒരു മണ്ഡപത്തിലേക്ക് കയറാനായിട്ട് പോവാണ്. ഇവിടെ തറയിൽ നമുക്ക് വൈറ്റ് കളറിലെ പെയിന്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു വൈറ്റ് കളറിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ ചൂടടിക്കില്ല. ഇവിടെ 2 മണ്ഡപങ്ങളാണുള്ളത്. അതിലെ ഒരു മണ്ഡപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് ശ്രീപാദ മണ്ഡപം. ഈ മണ്ഡപത്തിനുള്ളിൽ ദേവിയുടെ കാൽപാദമാണ് ഉള്ളത്. ഐതിഹ്യം അനുസരിച്ച് കന്യാകുമാരി ദേവി തപസ് ചെയ്തത് ഈ പാറയിലാണ്. അപ്പോൾ ഈ മണ്ഡപത്തിനുള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് എനിക്ക് ഉള്ളിലെ കാഴ്ചകളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. തമിഴകത്തിന്റെ അനശ്വര കവിയായ തിരുവള്ളുവറിന്റെ പ്രതിമയാണ് ഈ കാണുന്നത്. പ്രതിമയുടെ പീഠത്തിന് 38 അടി ഉയരവും മുകളിലുള്ള പ്രതിമയ്ക്ക് 95 അടി ഉയരവുമാണ് ഉള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ശില്പത്തിന് 133 അടി ഉയരമാണ് ഉള്ളത്. 4 വർഷമായിട്ട് മെയിൻ്റനൻസ് കാരണം ഈ ഒരു പ്രതിമയുടെ അടുത്തേക്ക് ആരെയും കടത്തിവിടാറില്ല.
ഇതാണ് രണ്ടാമത്തെ മണ്ഡപം, വിവേകാനന്ദ മണ്ഡപം. 1892 സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിനായി ഈ ഒരു പാറ സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു മണ്ഡപം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഒരു മണ്ഡപത്തിനുള്ളിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയും ഒരു മെഡിറ്റേഷൻ സെന്ററും ഒക്കെയാണ് ഉള്ളത്. ഈ മണ്ഡപത്തിനുള്ളിലും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. മണ്ഡപത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു സൺറൈസ് കലണ്ടറാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. മണ്ഡപത്തിന്റെ ഒരു സൈഡിലായിട്ട് റെയിൻ വാട്ടർ റിസർവോയർ ഉണ്ട്. അതിനകത്ത് ഒരുപാട് മീനുകളെ കാണാനായിട്ട് പറ്റും. ഞങ്ങളിപ്പോൾ വിവേകാനന്ദ റോക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ്. അന്നേരം വന്ന ആൾക്കാരെയൊക്കെ ഇറക്കിയ ഒരു ബോട്ടിലാണ് തിരിച്ചു കയറാനായിട്ട് പോകുന്നത്. നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കന്യാകുമാരിയിലെ ഈ വിവേകാനന്ദ റോക്ക് എന്ന് പറയുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. വിവേകാനന്ദ റോക്ക് കൂടാതെ മറ്റൊരുപാട് സ്ഥലങ്ങളും നമുക്ക് കന്യാകുമാരിയിൽ കാണാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ട്രാവൽ വ്ളോഗിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.